ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്കൊരു വചനങ്ങൾ കേൾക്കാം. വചനം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യും. 1 കൊരിന്ത്യർ ഒന്നാം അധ്യായം വാക്യം 4. നമ്മളോട് ഇവിടെ ദൈവകൃപയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ദൈവകൃപ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ എപ്പോഴും സ്തോത്രം ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു വ്യക്തിയെ, കൃപയുള്ള വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും സ്തോത്രം ചെയ്യണമെന്ന് ഈ വചനം നമ്മളോട് പറയുന്നുണ്ട്. വേറൊരു വചനം ഇങ്ങനെയാണ്: നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിനും പ്രസ്തുതമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നുണ്ട്. റോമർ അധ്യായം 1 വാക്യം 8. വിശ്വാസത്തോടെ ശക്തമായി ഇരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ കാണുകയാണെങ്കിൽ, അവർ നല്ല വിശ്വാസത്തോടെ ജീവിക്കുന്ന വ്യക്തി കാണുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന് സ്തോത്രം ചെയ്യുക. അത് നിങ്ങളുടെ കടമയാണ്. ഈ വചനം 2 വചനങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ വിശ്വാസമുള്ള വ്യക്തികൾ കാണുവാണെങ്കിൽ നിങ്ങൾ സ്തോത്രം ചെയ്യണം. അവരുടെ കൃപ മൂലം കാണുമ്പോൾ നിങ്ങൾ സ്തോത്രം ചെയ്യണം. വേറെ വചനങ്ങൾ ഇങ്ങോട്ട് പറയുന്നുണ്ട്: നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടു കൂടി അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. 1 തിമോഥെയോസ് അധ്യായം 1 വാക്യം 14. കൃപ എവിടെ നിന്ന് കിട്ടും? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിൽ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കൃപ കിട്ടും. കൃപ അത്യന്തം വർദ്ധിക്കും എന്ന് പറയുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുക, വിശ്വാസത്തോടെ കൂടെ നടക്കുക, സ്നേഹത്തോടു കൂടി അത്യന്തം വർദ്ധിച്ച് നിങ്ങൾ കൃപ പെരുകും എന്ന് പറയുന്നുണ്ട്. കൃപയുള്ള വ്യക്തികളെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ സ്തോത്രം ചെയ്യണം. വിശ്വാസത്തിൽ, ദൈവകൃപയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിൽ വർദ്ധിച്ച് നടക്കുന്ന വ്യക്തികളെ കാണുകയാണെങ്കിൽ നീ കർത്താവായ യേശുക്രിസ്തുവിന് സ്തോത്രം ചെയ്യണം. ഇതൊക്കെയാണ് ഈ വചനം നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ആമേൻ.